ഇതാ ഒരാൾ ഇത് തന്നെ പറയുന്നു വേറൊരു പരിഷ്കൃതമായ ഭാഷയിൽ. നമുക്ക് നോക്കാൻ വേണേൽ. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി അവர்களോട് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ബഹുമാനമുള്ള വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ ഒരു പ്രകൃതി, എന്ത് കാര്യവും മനസ്സ് തോന്നിയ കാര്യം വെട്ടി തുറന്ന് പറയുന്ന ആ ഒരു ചങ്കൂറ്റം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇതിനുള്ള അങ്ങയുടെ പ്രചോദനം എന്താണ്? ലീഗിൻ്റെ മായിൻ ഹാജിയാണിത്. അതെ. ഒരുപാട് കടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട് അവിടെ. ആരാ? ലീഗിനിട്ടേ. ആ അത് തന്നെ നല്ല ആളുകളുണ്ട് ലീഗിൽ തന്നെ. ഈ കുഞ്ഞാലി കുട്ടികൾക്കുള്ള ആളുകൾ എനിക്ക് വലിയ ബഹുമാനമാണ്. അപ്പോൾ ബഹുമാനം ഇല്ലാത്ത ആരൊക്കെ? അല്ല, അതുപോലെ എല്ലാവർക്കും ബഹുമാനം കൊടുക്കാവുന്ന ആളുകൾ അതിനകത്തുണ്ടെന്ന് എനിക്ക് വിചാരമില്ല. അതുകൊണ്ട് ലീഗിൽ എത്ര നല്ല ആളുകളുണ്ട്. അതുകൊണ്ട് ലീഗുകാരെല്ലാം നല്ലതാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ കടി കൊടുക്കുന്ന ആർക്കാ? കടി കൊടുക്കണത് തിരിച്ച് ഈ ഒരു നന്മ പറയാത്തവർ, നന്മ പ്രവർത്തിക്കാത്തവർ രാഷ്ട്രീയ മുഖം നോക്കാതെ നമ്മളതിന് പ്രതികരിക്കും. കടിക്കല്ല, പ്രതികരിക്കും. ആ പ്രതികരിക്കുക നിങ്ങളുടെ ഭാഷയിൽ കടിയെന്ന് പറയാം, ചിലർക്ക് വിമർശനമെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞില്ലേ, എന്താണ് ഞാൻ തുറന്നു പറയുന്നത്? രാഷ്ട്രീയക്കാർക്ക് പറയാൻ പാടില്ലാത്ത പലതും എനിക്ക് പറയാൻ സാധിക്കും. കാരണം എനിക്ക് പാർലമെൻ്ററി മോഹമില്ല. മറ്റു പലർക്കും പറയുമ്പോൾ അവർക്ക് മറ്റേ സമുദായക്കാരെ എതിർത്താലോ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൻ വിദ്വേഷം തോന്നിയാലോ, അവൻ്റെ വോട്ട് കിട്ടാതെ പോയാലോ എന്ന ഒരുപാട് സ്വകാര്യ താല്പര്യങ്ങൾ ഉള്ളിലുള്ളപ്പോൾ അഭിപ്രായങ്ങൾ തുറന്ന് സത്യമായി പറയാൻ പല ആളുകൾക്കും, വ്യക്തികൾക്കായാലും രാഷ്ട്രീയ നേതാക്കന്മാർക്കായാലും സാധിക്കാതെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് പാർലമെൻ്ററി മോഹമില്ല. ഈ മോഹമില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, MLA മാരെ ഉണ്ടാക്കണം, MP മാരെ ഉണ്ടാക്കണം, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കണം, നേതാക്കന്മാരെ വരച്ചവരെ നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം നന്നായിട്ട് വെള്ളാപ്പള്ളിക്കുണ്ട്. അതൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല, ഉറപ്പാണ്. പക്ഷേ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി എന്ന ഇത് നടപ്പാകണം. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക, അത് പറയുക എന്നുള്ളത് ഒരു സാമാന്യമായ നീതി നിഷേധിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളും അവശതകളും പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ. SNDPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹമില്ലേ? ഇല്ല ഇല്ല ഇല്ല. പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടല്ലോ. അല്ല, രാഷ്ട്രീയ ശക്തിയാകാനാണ്. രാഷ്ട്രീയ ശക്തിയാകുക എന്ന് പറഞ്ഞാൽ ഈ വികാര വിചാരങ്ങൾ ഈ അടിച്ചമർത്തപ്പെട്ട വലിയൊരു വിഭാഗം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ വിഭാഗങ്ങളുടെ ആവശ്യവും ആവശ്യകതയും പറയണ്ടേ. അതിനൊരു രാഷ്ട്രീയ ശക്തിയാകാതെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന്, നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുക. രണ്ട്, തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് സ്ഥാനാർത്ഥികളാക്കി അവരെ വിജയിപ്പിക്കുക. അവരെ മർമ്മസ്ഥാനങ്ങളിലും തന്ത്രപ്രധാനമായ താക്കോൽ, അതാണല്ലോ ഇപ്പോഴത്തെ പുതിയ വാക്ക്, താക്കോൽ സ്ഥാനം. അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നില്ല കുറച്ചു കാലം ഇവിടെ. ഒരാളെ താക്കോൽ സ്ഥാനത്തിരുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാക്ക്. അങ്ങനെ ഈ താക്കോൽ സ്ഥാനത്തിരുത്തുക, അങ്ങനെ ഈ പറഞ്ഞ ഭരണത്തിൻ്റെ കടിഞ്ഞാണ് ഇങ്ങനെ കൈ പിടിക്കുക, എന്നിട്ട് കുതിരപ്പുറത്ത് കയറി ഇങ്ങനെയൊക്കെ പോവുക. ഇതാണ് ഈ രൂപം. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ 77 വയസ്സായി എനിക്ക് കടിഞ്ഞാണ് പിടിക്കണമെന്ന് എന്താ? എത്ര? 77? 77ലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 77 ആണെങ്കിൽ ഒരു 37-ൻ്റെ 27-ൻ്റെ ഒരു ഊർജ്ജമല്ലേ? അത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. പക്ഷെ സത്യം അതല്ലല്ലോ. ഊർജ്ജം ഇല്ലേ? നന്നായിട്ട് ഊർജ്ജത്തിന് വലിയ കുറവൊന്നുമില്ല. അത് കാരണം എന്താ അറിയാമോ? ഈ ജനങ്ങളെ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ ആവാഹിക്കുകയാണ്. അവർ തരുന്നതാണ്, അത് ചുമ്മാ കിട്ടുന്നതല്ല.